ദുബായ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം. സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ച് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിമാന സർവീസുകൾ ഉണ്ടാകില്ല. ദുബായ് ഗ്ലോബൽ വില്ലേജും ഉടൻ തുറക്കില്ല. എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, സാഹചര്യങ്ങൾ അതിഗുരുതരമാവുകയാണോ? രാവിലെ ദുബായിൽ ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി. അതിനെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ യുഎക്ക് കഴിയുകയും ചെയ്തു. ഇപ്പോൾ നിലവിലെ ഒരു സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ദുബായ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചിടുന്നു എന്ന് അറിയിക്കുന്നത്. യാത്രക്കാരുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നും എയർപോർട്ട് അധികൃതർ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സുരക്ഷാ നടപടികളുടെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സുരക്ഷാ നടപടികൾ പുരോഗമിക്കുന്നു എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ എമിറേറ്റ്സ് ഇന്ന് മുതൽ ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എമിറേറ്റ്സിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ദുബായിൽ നിന്നും അതുപോലെ തന്നെ തിരിച്ചുമുള്ള മുഴുവൻ വിമാന സർവീസുകളും റദ്ദാക്കിയതായി എമിറേറ്റ്സ് അറിയിച്ചിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിമാന സർവീസുകൾ ഉണ്ടാകില്ല എന്നും എമിറേറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷാ നടപടികളും ഇവിടെ തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഗ്ലോബൽ വില്ലേജിന്റെ അടച്ചിടൽ വീണ്ടും നീട്ടിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ ഭാഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന തീരുമാനം വന്ന് ഒരൊറ്റ ദിവസത്തിനുള്ളിലാണ് ഇത്രയും വലിയ ഒരു ആക്രമണം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്.